ലോകത്തിലെ 8ാമത്തെ അത്ഭുതം എന്നറിയപ്പെടുന്ന ശ്രീലങ്കയിലെ സിഗിരിയ ലയൺ റോക്കിലേക്കാണ് നമ്മുടെ ഇന്നത്തെ യാത്ര. ഡാംബുള്ള എന്ന പട്ടണത്തിനടുത്താണ് ഇത് സ്ഥിതി ചെയ്യുന്നത്. ഏകദേശം 3-ാം നൂറ്റാണ്ട് മുതൽ ബുദ്ധ സന്യാസിമാർ ഇവിടെ ഉണ്ടായിരുന്നു എന്ന് പറയപ്പെടുന്നു. ശ്രീലങ്കയിലെ ഒരു ഉൾനാടൻ ഗ്രാമമായ സിഗിരിയയിലാണ് ഈ ലയൺ റോക്ക് ഉള്ളത്. ഇന്ത്യയിലെ ഹിന്ദു വിശ്വാസപ്രകാരവും ഐതിഹ്യപ്രകാരവും നായകനായും വില്ലനായുമൊക്കെ ആളുകൾ നരേറ്റ് ചെയ്യുന്ന രാവണൻ എന്ന കഥാപാത്രം അവിടെ താമസിച്ചിരുന്നതായി വിശ്വസിക്കപ്പെടുന്നുണ്ട്. സന്ദർശകരായി ഇവിടെ ഏറ്റവും കൂടുതൽ എത്തുന്നത് യൂറോപ്പ് പോലുള്ള രാജ്യങ്ങളിൽ നിന്നുള്ള ആളുകളാണ്. ചെറിയ ഒരു മഴച്ചാറ്റൽ ഇപ്പോൾ ഇവിടെയുണ്ട്. എനിക്ക് ഏറ്റവും പ്രിയപ്പെട്ട മേഘാവൃതമായ ഒരു കാലാവസ്ഥയാണ് ഇപ്പോൾ ഇവിടെയുള്ളത്. നന്നായി നടക്കുവാനും പടികൾ കയറി മുകളിലേക്ക് യാത്ര ചെയ്യുവാനുമുണ്ട്. റോക്കിന് മുകളിലേക്ക് യാത്ര ചെയ്യുമ്പോൾ അതിനുള്ള ശാരീരികക്ഷമത ഉണ്ടോ എന്ന് ഉറപ്പുവരുത്തുന്നത് വളരെ നല്ലതാണ്. ഇന്ത്യൻസ് ആണെങ്കിൽ ഓസ്ട്രേലിയൻ പാസ്പോർട്ടാണ് $35 വേണം കേട്ടോ. അങ്ങനൊരു റേറ്റ് ഉണ്ട്, അത്രയും റേറ്റ് ഉണ്ട്. ഇങ്ങോട്ട് പറഞ്ഞാൽ ഇവിടുന്ന് പോയി വരണമെങ്കിൽ അപ്പ് ആൻഡ് ഡൗൺ നിയർലി 3 hours വേണമെന്ന് പറഞ്ഞ് അങ്ങോട്ട് 1.5 ഇങ്ങോട്ട് 1.5. അപ്പോൾ നമ്മൾ ഇവിടുന്ന് സ്റ്റെപ്പ് കയറി തുടങ്ങുകയാണ് കേട്ടോ. കൃത്യമായ ഒരു വേഗം നിലനിർത്തി ഒരു താളത്തിൽ പടികൾ കയറി മേലേക്കെത്താമെന്നാണ് ഞാൻ ആദ്യം വിചാരിച്ചത്. എന്നാൽ നമുക്ക് മുൻപിൽ പതിയെ നടക്കുന്ന ആളുകൾ നമ്മുടെ വേഗത്തെയും സ്വാധീനിക്കുമല്ലോ. ഇവിടെ വരുന്ന മനുഷ്യരെയോ അല്ലെങ്കിൽ പെയ്യുന്ന ചാറ്റലമഴയെയോ അങ്ങനെ ഒന്നും തന്നെ ഗൗനിക്കാതെ സുഖമായി കിടന്നുറങ്ങുന്ന ഒരു തെരുവ് നായയെ കണ്ടു. ശ്രീലങ്കയെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ സിഗിരിയ ലയൺ റോക്ക് എന്നത് ഈ രാജ്യത്തിന്റെ ഒരു വലിയ മുഖമുദ്രയാണ്. ഈ രാജ്യത്ത് സന്ദർശനം നടത്തുന്ന ഒരു ടൂറിസ്റ്റ് പോലും ഒഴിവാക്കാത്ത ഒരു സ്ഥലമാണ് സിഗിരിയയിലെ ലയൺ റോക്ക്. അതുകൊണ്ട് തന്നെയായിരിക്കണം ഇവിടുത്തെ എൻട്രി ഫീസ് കുറച്ച് ഭീമമായ തുകയാണ്. ഏകദേശം 3000 രൂപയാണ് എനിക്കിവിടെ എൻട്രി ഫീസായി നൽകേണ്ടി വന്നത്. ലോകത്ത് മറ്റൊരിടത്തേക്ക് സഞ്ചരിച്ചപ്പോൾ പോലും ഇത്ര ഒരു ഭീമമായ തുക എങ്ങും നൽകേണ്ടി വന്നിട്ടില്ല. ഓഡിയൻസ് ഹാളെന്നാണ് പറയുന്നത് കേട്ടോ. വെൽക്കം വെൽക്കം, താങ്ക് യു. It's not pumping enough. Where are you guys from? Latvia. Eh? Latvia. Latvia. You guys resting? Yes, yes. 2 weeks, it's good. Now second day. Oh, okay. Because all Okay, thank you. Started sweating like anything. Oh my god, ഈ പട്ടികൾ തന്നെയാണ് തോന്നിയത്. Don't know what this dog doing here. നമ്മൾ ഇതിലൂടെ കയറി അതിൻ്റെ സൈഡിൽ കൂടെ വേണമായിരിക്കും, ആ കോട്ട അതിലൂടെ വേണം നമുക്ക് പോകാനായിട്ട്. 1.5 മണിക്കൂർ വേണം. അപ്പം തന്നെ കണ്ണ് കാണാൻ മേലാത്ത കണക്കായി. എന്നാ സ്റ്റീപ്പാന്നുണ്ടോ. How do you feel, bro? Yeah, it's good. Is that good? Yeah, all good. How are you? Yeah, I just started. How long from here to go upstairs? Oh, a couple minutes. Couple of minutes? No, badass. 20 minutes. 20 seconds. You tired? Are you from the UK? No. No, I'm from the Netherlands. Netherlands? Netherlands. I was there. What about yourself? Yeah, I'm from Australia. Oh, wow. Nice. Where in Australia? Brisbane. Nice. Really nice. Enjoy your stay. Thank you.
നല്ല ഫിറ്റായിട്ടുള്ളൊരു ഹാഫ് ആൻ അവർ കൊടുന്ന് കയറുന്നുണ്ട്. ആരും ഇവിടെ വരെ വന്നല്ലേ പിടിക്കാം. ഓ ഇത് 19th സെഞ്ച്വറിയിലുള്ളതാണ് കേട്ടോ. മിററായിട്ട് നല്ലൊരു പോളിഷ് ചെയ്ത. ഓ നോട്ട് ടച്ചിങ് എഴുതി വെച്ചിട്ടാണ്. റോക്സിൻ്റെ ഒക്കെ ഒരു കയറിങ് നോക്കി. ഇവിടെ നിന്നൊരു 15 മിനിറ്റ് മതി എന്നാണ് ഇത് കയറാനായിട്ട്. നോട്ട് ടച്ചിങ് ഫൈൻ. Oh, yeah. Alright, it's harder. But I can identify the language. നമ്മൾ വന്ന വഴി അതാ കേട്ടോ. Oh, he came through this way. Yes. Oh, that's another. It's a bit more easier, isn't it? What's the main history of this one? Same boat. Same? Same boat. This main entrance here. That's all. Thank you. From here, another 10 minutes? Ah. Uy. രണ്ട് ലൈൻസ് ഇവിടെ കാണാം. Ten minutes from here, brother? 10 minutes? 15? Oh. ഈ പടിക്കെട്ടുകൾ കയറി നമ്മൾ മുകളിലെത്തുമ്പോൾ സിംഹത്തിൻ്റെ രൂപത്തിലുള്ള ഒരു വലിയ പാറ നമുക്ക് കാണാൻ സാധിക്കും. അതുകൊണ്ട് തന്നെയാണ് ലയൺ റോക്ക് എന്ന പേര് ഇതിന് നൽകപ്പെട്ടത്. ഒത്തു ഒന്നിനും കൈപിടിച്ച് കയറുന്നുണ്ടോ?
എല്ലാവരെയും അത്ഭുതപ്പെടുത്തുന്ന മറ്റൊരു കാര്യം സമുദ്രനിരപ്പിൽ നിന്ന് ഇത്ര ഉയരത്തിൽ നിൽക്കുന്ന ഇവിടെ എങ്ങനെയാണ് ഒരു ജലാശയം രൂപപ്പെട്ടത് എന്നാണ്. ഈ ജലാശയം വറ്റാറില്ല എന്നാണ് പറയപ്പെടുന്നത്. വിക്കിപീഡിയ നമുക്ക് നൽകുന്ന വിവരപ്രകാരം ഇതൊരു ഏൻഷ്യന്റ് റോക്ക് ഫോർട്രസ് ആണ്. അതായത് പ്രതിരോധ സംവിധാനത്തിനായി രാജാക്കന്മാരും മറ്റു ഭരണ സംവിധാനങ്ങളും പണി കഴിപ്പിക്കുന്ന പ്രത്യേക സ്ഥലം. ഇത് രാവണനോ അല്ലെങ്കിൽ പഴയകാല ഭരണാധികാരികളോ അല്ലെങ്കിൽ മറ്റ് ആര് പണി കഴിപ്പിച്ചതാണെങ്കിൽ കൂടിയും അതൊരു നല്ല കൗശലബുദ്ധി തന്നെയാണ്. കാരണം ഇതിനു ചുറ്റുമുള്ള ഈ പ്രദേശമാകെയും ഇവിടെ നിന്നാൽ വളരെ വ്യക്തമായി കാണാൻ സാധിക്കും. സമുദ്രനിരപ്പിൽ നിന്ന് ഏകദേശം 349 മീറ്ററാണ് ഇതിന്റെ ഉയരം. ലൈൻ റോക്കിന്റെ പാദത്തിൽ നിന്ന് മേലേക്കുള്ള ഉയരം ഏകദേശം 180 മീറ്ററാണ്. ഈ ലൈൻ റോക്കിന്റെ വന്യതയും മനോഹാരിതയും ഏറ്റവും കൂടുതൽ ദൃശ്യമാകുന്നത് ഒരുപക്ഷെ മഞ്ഞുകാലത്താവും എന്നെനിക്ക് തോന്നി. അങ്ങനെ എൻ്റെ യാത്രാ ജീവിതത്തിൽ ഒരു നേട്ടം കൂടി ഞാൻ കൈവരിച്ചിരിക്കുകയാണ്. ഞാനിപ്പോൾ നിൽക്കുന്നത് സിഗിരിയ ലൈൻ റോക്കിന് മേലെയാണ്. ഇന്നത്തെ ഈ എപ്പിസോഡ് ഞാൻ ഇവിടെ വെച്ച് അവസാനിപ്പിക്കുകയാണ്. എന്നാൽ നമ്മുടെ യാത്രകൾ തുടർന്നുകൊണ്ടേയിരിക്കും. അപ്പോൾ തുടർന്നുള്ള നമ്മുടെ യാത്രയിൽ എൻ്റെ ഒപ്പം പങ്കാളികളാകുവാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ നമുക്ക് അടുത്ത എപ്പിസോഡിൽ വെച്ച് കണ്ടുമുട്ടാം. Finally at the top. നന്ദി.